PSCക്ക് ഈ നിമിഷം വരെ PSC അംഗങ്ങളായി ഇരിക്കേണ്ടവരുടെ യോഗ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പോലും ഇല്ലാതെയാണ് കാലാകാലമായിട്ട് PSC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നടന്ന ക്രമക്കേടുകളിൽ അവര് ഉദ്യോഗസ്ഥന്മാരുടെ അവർക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുമ്പോൾ ഈ PSCയുടെ ചെയർമാൻ ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ സെക്രട്ടറി അറിയാതെ ഈ കാര്യം നടക്കില്ല. അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടതുണ്ട്. അപ്പൊ അടിമുടി നല്ല ഒരു വ്യവസ്ഥിതിയോടുകൂടി PSCയെ രൂപകൽപ്പന ചെയ്യണം എന്നുള്ളത് കേരളത്തിലെ നമ്മുടെ കുട്ടികളുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ സമരസമയത്ത് തലമുണ്ടനം ചെയ്തുകൊണ്ട് ഇവിടെ ചെറുപ്പക്കാരികളും സമരം ചെയ്തു. മുട്ടിലിഴഞ്ഞുകൊണ്ട് അവർ സമരം ചെയ്തു. ഈ സമരം ചെയ്യുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടത്തെ എന്നേക്കാൾ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള, കാരണം എത്രയോ വർഷം MLA ആയിട്ടും MP ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള പല ആളുകളും അവരുടെ സമരപ്പന്തലിലേക്ക് കടന്നു വന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിലത്തിരുന്ന് സംസാരിച്ചു. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോ അതിമനോഹരമായിട്ട് ചിരിക്കാൻ അറിയാവുന്ന, അതിമനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾ എന്ന് ആ വിശേഷണത്തിനപ്പുറം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് പ്രവൃത്തിയാണ് വേണ്ടത്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അമ്മമാർ മാത്രമുള്ള വീടുകൾ വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ വാർദ്ധക്യപ്രായത്തിലുള്ള അമ്മയും ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ ആരും ഇവിടെ ഇല്ല, അവർ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിലുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് PSC നിയമനങ്ങളിലൂടെയെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ ചെറുപ്പക്കാരികളെ, അവര് വെറുതെയല്ലല്ലോ വരുന്നത്, അവര് കഷ്ടപ്പെട്ട് കഠിനമായി പണിയെടുത്ത് പ്രവർത്തിച്ച് അവർക്ക് അർഹത നേടിയതിനു ശേഷമാണ് ഈ തരത്തിൽ അവർ ഗവൺമെന്റിന്റെ മുന്നിൽ യാചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അത് അത്യന്തം ദുഃഖകരമാണ് എന്നുള്ളത് ഒന്ന്. രണ്ടാമതായിട്ട് അതിനെന്താ മറുപടി പറയാൻ പറ്റാത്തത്? അന്ന് കേരളത്തിൽ ഈ തെരുവിൽ ഇന്നത്തെ ഒരു മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ തെരുവിലിരുന്നല്ലോ, ഇവരോടൊപ്പം ഇവരെ കെട്ടിപ്പിടിച്ചല്ലോ, ഇവരോട് പറഞ്ഞല്ലോ ഇത് പിണറായി വിജയൻ ഗവൺമെന്റ് കാരണമാണ് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഞങ്ങളായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല കേരളത്തിലെ സ്ഥിതി പറഞ്ഞില്ലേ. അന്നത്തെ ഷാനിമോൾ ഉസ്മാൻ ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അല്ലേ. അപ്പോ അന്ന് പറഞ്ഞ വാക്കുകളെല്ലാം ഇത്ര പെട്ടെന്ന് മറക്കാൻ എങ്ങനെയാണ് UDFന്റെ ഭരണകൂടത്തിന് സാധിച്ചത്? ആ ചോദ്യം ഈ കുട്ടികൾ ചോദിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്കരികിലേക്ക് അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരണം, അവരുമായിട്ട് ചർച്ച നടത്തണം. ആ പെൺകുട്ടി കരഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് കരയരുത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാ കരയുന്നത്? ചെറിയ കുട്ടികളെ വീടിനകത്തിരുത്തിയാണ്. 6 മാസം പ്രായമുള്ള കുട്ടികളുള്ള അമ്മമാരുണ്ട്, ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികൾ അവരിവിടെ വന്നിട്ടുണ്ട് സമരത്തിന്. എന്താണ് അവരുടെ അവസ്ഥ? അവരുടെ മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള അവരുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയെക്കുറിച്ച് യാതൊരു പരിശോധനയുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ സാധിച്ചത്? ഏത് ഡോക്ടറേറ്റാണ് മിസ്റ്റർ VD സതീശൻ അങ്ങ് എടുത്തിട്ടുള്ളത്? അങ്ങ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ കേരളത്തിലെ ധാർഷ്ട്യമുള്ള മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങ് എത്രയോ പ്രസംഗങ്ങളിൽ പറഞ്ഞു, എത്രയോ പ്രസംഗങ്ങളിൽ സംസാരിച്ചു. ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനർത്ഥം മുഖ്യമന്ത്രിയെ ഞാൻ ഇങ്ങനെ വിളിച്ചു എന്നല്ല. ആ രീതിയിൽ വാർത്ത വരരുത്. ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, തരാതരം പോലെ കാര്യങ്ങൾ മാറ്റിപ്പറയുക, തരാതരം പോലെ ആക്ഷനിൽ മാറ്റം വരുത്തുക, തരാതരം പോലെ തന്റെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തുക. എങ്ങനെ സാധിച്ചു കേരളത്തിന്റെ പഴയ പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ? അപ്പൊ കേരളം ഇങ്ങനെ ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. കാരണം ഒരമ്മ, താങ്കൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഒരമ്മ കയറി വന്നപ്പോൾ മാധ്യമ സുഹൃത്തുക്കളോട് ആ വരവിനെ കുറിച്ച് പ്രതികരിച്ചത്, പല മന്ത്രിമാരും പല രാഷ്ട്രീയക്കാരും പ്രതികരിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഇവിടെ വന്ന് ഈ പെൺകുട്ടികളുടെ അവർക്കൊരു ആശ്വാസം കൊടുത്ത് അവരോട് സംസാരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ നടത്തുന്ന ഈ കഠിനമായിട്ടുള്ള സമരം
ആ സമരം കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഉടുപ്പ് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും അണിയാൻ ഭാവമെങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറാൻ അവരോടൊപ്പം നിൽക്കാൻ മറ്റു രാഷ്ട്രീയ പ്രവർത്തകർ തയ്യാറാകും എന്ന് പറയാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. സമരത്തിന് പൂർണ്ണ പിന്തുണ ബിജെപിയുടെ ഭാഗത്ത് പരിപൂർണമായിട്ടുള്ള പിന്തുണയുണ്ട്. ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ ഭാരവാഹി യോഗമുണ്ടായിരുന്നു. ആ യോഗം ഉൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ PSC എന്ന് പറയുന്ന നമ്മുടെ ഈ PSCയെ തന്നെ കൃത്യമായിട്ടുള്ള റൂൾസിന്റെയും റെഗുലേഷന്റെയും അടിസ്ഥാനത്തിൽ പുനഃപരിഷ്കരിക്കേണ്ടതാണ്. ഇന്ന് ഇവർക്ക് നഷ്ടപ്പെടുന്ന മാസവും വർഷവും അത് തിരിച്ചു കൊടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും സാധ്യമല്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 1 മണിക്കൂർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. സമയത്തിന് വലിയ വിലയുണ്ട്. അവർക്ക് ആവശ്യമായ രീതിയിൽ അവരോട് അനുഭാവപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. മറ്റൊരു കാര്യം കൂടെ, ഈ ബിജെപിയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിച്ചു എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. പക്ഷെ അതിൽ നേതാക്കളാരും കൃത്യമായ പ്രതികരണം നടത്താൻ തയ്യാറാകും. ഞാൻ ഈ PSCയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റൊരു വിഷയത്തിലേക്ക് എന്റെ ഉത്തരം പോയാൽ അതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇവരുമായിട്ട് നമ്മൾ എല്ലാവരും സഹകരിക്കാം. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ട്രെയിൻ കയറി കൊല്ലത്ത് പോവും. നാളെ അത് കഴിഞ്ഞ് എറണാകുളത്തുണ്ടാകും. മറ്റന്നാൾ തൃശ്ശൂരുണ്ടാവും. ഏത് മാധ്യമ പ്രവർത്തകർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കാം. നിങ്ങളും എന്നോടൊപ്പം ചേരണം, സഹകരിക്കണം. ഈ സമരം ഇതിന്റെ ഉദാത്തമായിട്ടുള്ള രീതിയിൽ ഈ സമരം അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പിന്തുണ അത് പൊതുപ്രവർത്തകരോടൊപ്പം എന്റെ മാധ്യമ സുഹൃത്തുക്കളും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയമായിരിക്കണം ഇന്നത്തെ വാർത്ത എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വാക്കുകൾ